ഹലോ, ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. ഇഷ്ടംപോലെ മാങ്ങ നമുക്ക് അവൈലബിൾ ആണ്. ആർക്കും വേണ്ടാതെ വെറുതെ കളയുകയാണ്. അപ്പോൾ കളയാതിരിക്കാൻ നമുക്ക് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാം. മാംഗോ മിൽക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അവർക്ക് മാമ്പഴമൊക്കെ ആയിട്ട് തിന്നാനായിരിക്കും മടി. പണ്ടത്തെ പോലെയല്ല. പണ്ട് മാവിൽ നിന്ന് മാങ്ങ താഴെ വീഴാൻ അനുവദിക്കില്ല. അതിനു മുമ്പേ നമ്മളൊക്കെ എടുത്ത് കഴിക്കും. എല്ലാവരുടെ വായിൽ കൂടെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. എനിക്ക് തോന്നണേ അത് എല്ലാ കാലത്തും ഇപ്പം മാമ്പഴമൊക്കെ അവൈലബിൾ ആണല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. മാർക്കറ്റിലൊന്നും ലഭ്യമല്ല ഈ മാമ്പഴക്കാലത്ത് നമ്മുടെ പറമ്പിലുണ്ടാവുന്ന മാങ്ങ. ഇപ്പം അങ്ങനെയല്ല. ഏത് സമയത്തും എല്ലാ ഫ്രൂട്ട്സും ലഭ്യമാണ്. അതുകൊണ്ടായിരിക്കാം കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ലാത്തത്. ഇഷ്ടമെന്നല്ല, അത്ര വിലയില്ലാത്തത്. ഓക്കെ, അപ്പം നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നല്ല പഴുത്ത മാങ്ങയാട്ടോ വേണ്ടത്. എനിക്കിവിടെ ഒരെണ്ണം അത്ര പഴുത്തിട്ടില്ല, ഒന്ന് ചെനച്ച് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇടേണ്ടി വരും. പഞ്ചസാര കഴിയുന്നതും ഒഴിവാക്കാനാണ് പറയുന്നത്. പക്ഷേ ഈ ജ്യൂസൊക്കെ അടിക്കുമ്പം തേൻ ഒഴിക്കാം എന്ന് പറയുന്നു. പക്ഷേ പഞ്ചസാര ഇടുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഡെയിലി ഒന്നും ഇത് കഴിക്കുന്നില്ലല്ലോ, ഈ വേനൽക്കാലത്താണല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് മാമ്പഴം നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ചാൽ പഞ്ചസാര മെൽറ്റാവില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമല്ല ഒഴിക്കുന്നത്, പാലൊഴിക്കാം. പാല് തണുപ്പിച്ച പാലാട്ടോ. രാവിലെ കാച്ചിയ പാല് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. രാവിലെ കാച്ചി വെച്ചതാണ്. ആ പാല് ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി വെള്ളത്തിന് പകരം വീണ്ടും ഞാൻ ഐസ് ക്യൂബ്സ് ആണ് ഇടുന്നത്. ഇനി വല്ലാതെ തണുപ്പ് വേണ്ട എന്നുള്ളവർക്ക് ഈ ഐസ് ക്യൂബ്സ് ഒഴിവാക്കാം. അപ്പം ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. മാംഗോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് നേരിട്ട് തന്നെ ഒഴിക്കാം കേട്ടോ. അല്ലാതെ അരിക്കണ്ട. മറ്റേ നമ്മൾ മാമ്പഴ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിച്ചെടുക്കണമല്ലോ. ഇത് അരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് നേരിട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രോയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല തണുപ്പാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, ബൈ.